വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷനുകൾ എത്തിയിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കുമാണ് അറിയിപ്പുകൾ ഉള്ളത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കാണുക. ഒന്നാമത്തെ അറിയിപ്പ്, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ പ്രതിദിനം ലഭിക്കുന്ന വേതനത്തിൽ വർധന വരുത്തുവാൻ തീരുമാനിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം കൂട്ടാൻ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചു. മാർച്ച് 16 മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് ഗ്രാമവികസന മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വർധന എത്രയെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. വിശദാംശങ്ങൾ ഒരാഴ്ചയ്ക്കകം പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് വേതനം കൂടുമെന്നും 5 മുതൽ 6% വർധനയുണ്ടാകുമെന്നാണ് വിവരം. കാർഷിക തൊഴിലുമായി ബന്ധപ്പെട്ട CPI-AL എന്ന നാണ്യപ്പെരുപ്പ സൂചിക അടിസ്ഥാനമാക്കിയാണ് തൊഴിലുറപ്പ് വേതനം തീരുമാനിക്കുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിലെ വേതനം 311 രൂപയിൽ നിന്ന് 333 രൂപ ആക്കിയിരുന്നു. രണ്ടാമത്തെ അറിയിപ്പ്, ഈസ്റ്റർ, റംസാൻ, വിഷു വിശേഷ ദിവസങ്ങളോട് അനുബന്ധിച്ച് 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 4800 രൂപ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അതിൽ ആദ്യ ഗഡുവായ സെപ്റ്റംബർ മാസത്തെ കുടിശ്ശിക പെൻഷനായ 1600 രൂപയുടെ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിച്ച വിതരണം മാർച്ച് 25-നകം പൂർത്തിയാകുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് ആദ്യ 3 ദിവസങ്ങൾക്കകം പെൻഷൻ തുക ലഭിച്ചിരുന്നു. വീടുകളിലേക്ക് പെൻഷൻ തുക സഹകരണ ജീവനക്കാർ വഴി ലഭിക്കുന്നവർക്കാണ് ഇപ്പോഴും പെൻഷൻ തുക വിതരണം തുടരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പെൻഷന്റെ രണ്ടാം ഗഡുവായ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനുകളാണ് ഒരുമിച്ച് ചേർത്ത് 3200 രൂപയായി വിഷുവിന് മുൻപേ വിതരണം ചെയ്യുന്നത്. ഏപ്രിൽ 10 ചെറിയ പെരുന്നാളും ഏപ്രിൽ 14 വിഷുവുമായതിനാൽ എല്ലാ പെൻഷൻകാർക്കും അതിനു മുമ്പേ തുക എത്തുന്നതിനായി ഏപ്രിൽ 5-നോ 6-നോ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. എങ്കിൽ മാത്രമേ പെരുന്നാളിനും വിഷുവിനും മുമ്പായി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും പെൻഷൻ തുക എത്തുകയുള്ളൂ. ഔദ്യോഗികമായി തീയതി അറിയിപ്പ് പെൻഷൻ വിതരണ കമ്പനിയിൽ നിന്ന് അറിയുമ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക.